നമ്മളെ പുഴഞ്ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന ഞണ്ടാണിത് ഈ കാണുന്നത്. ഇനിയിപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണിത്: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സവാള. ഇനി നമുക്കതിനായിട്ട് ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി അതിൻ്റെ വെള്ളം വറ്റാൻ വെയിറ്റ് ചെയ്യണം. വെള്ളം ഏകദേശം വറ്റി. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. എണ്ണ ചൂടായി വന്നാൽ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ്, പിന്നെ വെളുത്തുള്ളി. ഇത് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം. ഏകദേശം മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും എല്ലാം കൂടെ. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമ്മൾ 2 ടൊമാറ്റോ എടുത്ത് വെച്ചിരുന്നല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇതും നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട്. കറി പെട്ടെന്നാവും. പിന്നെ അത് ഇട്ടിട്ട് അതിനായിട്ട് കാത്തിരിക്കില്ല. ഇത് നമ്മൾ കുറച്ച് പെരിഞ്ചീരവും കുറച്ച് നാളികേരപ്പീരും കൂടി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കും. അതാണ് കാണിച്ചത്. ഇത് നന്നായിട്ട് വഴന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കതിനുള്ള മസാലകൾ ഇടാം. അതിന് നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഒരു 3.5 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട്. നമുക്ക് അപ്പോൾ അതെല്ലാം നല്ല വെന്തിട്ടുണ്ട്. തക്കാളി അത് നല്ലോണം ഉടച്ച് അതിൻ്റെ കൂടെ ചേർത്ത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ആ മസാല ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഈ പച്ചക്കായ നമ്മൾ അവസാനം അതിൽ പിന്നെ അരിഞ്ഞ് ചേർക്കും കറിയിൽ. ഇത് മീറ്റ് ഇട്ടതിന് ശേഷം ഉപ്പുപൊടി ഇട്ടു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യമുള്ള. ഇതാ നമ്മുടെ ഞണ്ടിനുള്ള മസാല ശരിയായി. നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ഒരല്പം നാളികേരവും പെരിഞ്ചീരവും കൂടെ ഉള്ളതാണ്. അത് നമ്മൾ ഒഴിച്ച് കൊടുത്തു. ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഏകദേശം നന്നായിട്ട് തിളച്ചു. ഇനി നമ്മളിവിടെ വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ച ആ ഞണ്ടാണിത്. ഇനി അത് നമുക്ക് ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഗ്രേവിയും ക്രാബും എല്ലാം കൂടെ. ഏകദേശം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നമ്മൾ. ഇനി നമുക്ക് ഒരു മൂടി പാത്രം കൊണ്ട് അത് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം വേകാനായിട്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം എന്തായെന്ന്. ഇപ്പോൾ ഇതാ തിളച്ചിട്ടുണ്ട്, പക്ഷെ വെന്തിട്ടില്ല. നമുക്കൊന്നുകൂടെ മൂടി വയ്ക്കാം.
തുറന്ന് നോക്കി. ഇപ്പോൾ എൻ്റെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം നന്നായിട്ട് തിളച്ചിട്ടുണ്ടത്. ഇത് നമ്മളെ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ അവസാനം. പിന്നെ ബാക്കി കുറച്ച് പച്ചക്കായ കൂടെ ഉണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കണം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടെ എന്നിട്ട് നല്ല സെറ്റാവും അന്നേരം കറി. ഏകദേശം നമ്മൾ അത് വേകാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ മൂടി വെച്ചിരിക്കുകയായിരുന്നു. നമുക്കൊന്ന് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇതാ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താ ഞണ്ടുണ്ടെങ്കിൽ കറി രണ്ട് വേണ്ട എന്ന് നമ്മുടെ പഴയ കാല മുത്തശ്ശിമാർ പറയും.